ഇടുക്കിയിൽ മലയോര ഹൈവേയുടെ ഭാഗമായ വെള്ളിലാംകണ്ടം മൺപാലത്തിലെ ടാറിങ്ങിൽ വിള്ളൽ. മഴ വീണ്ടും ശക്തമായാൽ ഈ വിള്ളലിലൂടെ വെള്ളമിറങ്ങി റോഡ് ഇടിയാനുള്ള സാധ്യത ഏറെയാണ്. MC ബോബൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 4 മാസം മുമ്പ് ദീർഘദൂര ഓട്ടക്കാരനും മോഡലുമായ മിലന്ത് സോമൻ ഉദ്ഘാടനം ചെയ്ത മലയോര ഹൈവേയുടെ ഭാഗമായ വെള്ളിലാങ്കണ്ടത്താണ് ഞാനിപ്പോൾ ഉള്ളത്. വെള്ളിലാങ്കണ്ടം കട്ടപ്പന കുട്ടിക്കാനം റീച്ചിൻ്റെ ഭാഗമാണ് ഈ വെള്ളിലാങ്കണ്ടം കുഴൽപ്പാലം. ഇവിടെയാണ് കഴിഞ്ഞ മഴയിൽ റോഡിന് വിള്ളൽ വീണിരിക്കുന്നത്. 2 സ്ഥലങ്ങളിലാണ് ഈ വിള്ളൽ വീണിട്ടുള്ളത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലൂടെ കാണാം. ഈ ടാറിങ്ങിനോട് ചേർന്നുള്ള ഭാഗം, ടാറിങ്ങും കോൺക്രീറ്റും തമ്മിൽ ചേരുന്ന ഭാഗത്താണ് വലിയ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 1.5 കോടി രൂപയാണ് ഈ പറഞ്ഞ കുഴൽപ്പാലം ഭാഗത്ത് മാത്രം ടാറിങ്ങിനും റോഡ് നിർമ്മാണത്തിനുമായി കിഫ്ബി ചിലവഴിച്ചത്. ഇത്രയും വലിയ ഒരു വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത് ഭാവിയിൽ ഒരുപക്ഷെ റോഡ് ഈ മൺതിട്ട ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. ഇടുക്കി ജലാശയത്തിൻ്റെ ഭാഗമായ വെള്ളിലാങ്കണ്ടം മേഖലയിലാണ് ഈ കുഴൽപ്പാലം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പ്രദേശവാസിയായ ഷിജോ നമ്മളോടൊപ്പമുണ്ട്. ഷിജോ, ഇത് മലയോര ഹൈവേയുടെ ഭാഗമാണ്. വലിയ രീതിയിലുള്ള ഉദ്ഘാടനവും ഒക്കെ നടന്ന സ്ഥലമാണ്. എന്താണ് ഇതിൻ്റെ ഒരു വിള്ളലിന് ഈ ഒരു പ്രശ്നം ഉണ്ടാകാൻ കാരണം? ഈ കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയുടെ 2ാമത്തെ റീച്ചിൻ്റെ ഭാഗമായിട്ടാണ് ഈ പണി നടന്നത്. ഈ വെള്ളിലാങ്കണ്ടം കുഴൽപ്പാലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ കുഴൽപ്പാലം ഏഷ്യയിലെ തന്നെ 2ാമത്തെ കുഴൽപ്പാലം എന്ന ഖ്യാതി നേടി ചരിത്രത്തിൽ ഇടം പിടിച്ച സ്ഥലമാണിത്. ഈ കുഴൽപ്പാലത്തിൻ്റെ ദൃശ്യഭംഗി കാണുവാൻ ഉൾപ്പെടെ അന്ന് ഇതിൻ്റെ ഫണ്ട് അനുവദിച്ചതിനാണ് കിഫ്ബിയുടെ ഫണ്ട് അന്നുണ്ടായിരുന്നതാണ്. പക്ഷേ 2ാമത് ഇതിന് ഫണ്ട് അനുവദിക്കാതെ വന്നു. ഈ ഭാഗത്ത് മണ്ണിട്ട് നികത്തിയാണ് ഈ വിള്ളലിന് കാരണം ഉണ്ടായിരിക്കുന്നത്. നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ വിള്ളൽ രൂപപ്പെട്ടിരുന്നു. ഇതിൻ്റെ ഇരുവശങ്ങളിലും മണ്ണിട്ട് നികത്തിയാണ് വീണ്ടും അവർ ഫില്ല് ചെയ്തത്. ഇത് നിർമ്മാണത്തിലെ അപാകത മൂലം മാത്രമാണ് ഇവിടെ വിള്ളലുകൾ ഉണ്ടായിരിക്കുന്നത്. ഈ വിള്ളലുകൾ രൂപപ്പെട്ടിരിക്കുന്നത് ഭാവിയിൽ ഇത് ഇടുക്കി ജലാശയത്തിലേക്ക് മണ്ണിടിഞ്ഞ് വീഴാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇടുക്കി ജലാശയത്തിൻ്റെ മുകൾ ഭാഗത്തായാണ്, ഇതിൻ്റെ മുകളിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് കുഴൽപ്പാലം ഭാഗം. ഇവിടെ കല്ലുകെട്ടില്ല, മൺതിട്ട മാത്രം ഉപയോഗിച്ച് പണിതിരിക്കുന്ന പാലമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇത് മൺപാലം എന്ന് അറിയപ്പെടുന്നത്. താഴെയുള്ള 2 തുരങ്കങ്ങളിലൂടെയാണ് ഈ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിള്ളൽ വളരെ ഗൗരവമേറിയതാണ്. ഭാവിയിൽ ഒരുപക്ഷെ കൂടുതൽ മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായാൽ 2 വശവും ഇടിഞ്ഞ് ഈ ഇടുക്കി ജലസംഭരണിയിലേക്ക് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പ്രദേശമാണ്. മാത്രമല്ല വിനോദസഞ്ചാരികൾ ഇവിടെ ഇറങ്ങി ഈ പ്രകൃതി മനോഹാരിത ആസ്വദിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇത് അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ വലിയ അപകടങ്ങൾക്ക്, ദുരന്തങ്ങൾക്ക് ഇത് കാരണമായി മാറാനുള്ള സാധ്യതയുമേറെയാണ്. മലയോര ഹൈവേയുടെ ഭാഗമായ വെള്ളിലാങ്കണ്ടത്ത് നിന്നും ക്യാമറമാൻ അഭിലാഷ് അലക്സിനൊപ്പം MC ബോബൻ, അമൃത ന്യൂസ്.